ഫർണിച്ചർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞങ്ങൾ സ്ഥിരം ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറൻറ്റിൽ തന്നെ പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോഴാണ് ചാച്ച പറയുന്നത് ചൈനയിൽ വന്നിട്ട് ഇവരുടെ ഫുഡ് സ്ട്രീറ്റ് കാണാതെ പോയാൽ അതൊരു വലിയ നഷ്ടമായിരിക്കും എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, അതിൽ പോയിട്ട് നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്നും പറഞ്ഞ് ഇപ്പം നമ്മൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അന്നത്തെ ദിവസം ഞങ്ങൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, പിന്നെ പുറത്ത് നല്ല ചൂടുമായിരുന്നു. ഞങ്ങൾ തൽക്കാലത്തെ വിശപ്പ് മാറ്റാൻ വേണ്ടി ആദ്യം കണ്ട ഒരു കടയിൽ കയറി. പക്ഷെ നമുക്ക് പറ്റുന്ന ഐസ്ക്രീം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അത് വാങ്ങിയിട്ട് ഫുഡ് സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. ഞങ്ങൾ കുറച്ച് നടന്നു വന്നപ്പം അവിടെ ചൈനീസ് നൂഡിൽസ് ഉണ്ടാക്കുന്ന ഒരു ചേട്ടൻ്റെ കട കണ്ടിട്ട് നാട്ടിൽ കിട്ടുന്ന ചൈനീസ് നൂഡിൽസിലും സൂപ്പറായിരിക്കും എന്ന് ഓർത്ത് ഞങ്ങൾ അതൊരെണ്ണം വാങ്ങിക്കാം. ആദ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അടുത്ത ഷോപ്പിൽ ചെന്നപ്പം അവിടെ ഓരോരുത്തർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അവരുടെ ഫുഡിൽ എന്തൊക്കെ ഇടണം എന്നുള്ളത്. പാമ്പിന്റെ സാധനമാണെന്ന് തോന്നുന്നത്. ഇതിനെല്ലാം ഇവിടെ ജീവനോടെയാണ് ഇട്ടേക്കുന്ന വെള്ളത്തിൽ. പിന്നെ നമ്മൾ പറയുന്ന അനുസരിച്ച് ഇവരിതിനെ എടുത്ത് നമുക്കൊന്നല്ലെങ്കിൽ പാക്ക് ചെയ്ത് തരും, അല്ലെങ്കിൽ അവർ അവിടെ തന്നെ കുക്ക് ചെയ്ത് ജസ്റ്റ് കുക്ക് ചെയ്തൊക്കെ ആയിരിക്കും തരുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ വലിയ മസാലയൊന്നും കാണില്ല. ഇവർ അധികവും പച്ചക്കാണ് ഇതിനെയൊക്കെ കഴിക്കുന്നത്. നേരത്തെ വാങ്ങിച്ച നൂഡിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ വാങ്ങിയിട്ട് റൂമിൽ വന്നാൽ കഴിച്ചേ. അതിലവർ യൂസ് ചെയ്ത ഏതോ സോസിൻ്റെ ആണോ അതോ അതിലിട്ട എന്തെങ്കിലും സാധനത്തിൻ്റെ ആണോ എന്നറിയത്തില്ല. നമുക്കൊട്ടും പിടിക്കില്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു അതിന്. നമ്മുടെ നാട്ടിലെ ചൈനീസ് നൂഡിൽസാണ് അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലത്.